ഹലോ നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ റേഡിയോ വാങ്ങാൻ പോയി ഞാൻ 3 റേഡിയോയും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്, സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങളും ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ വണ്ടിക്കകത്ത് തന്നെയാണ്, ഞാൻ വാങ്ങിയിട്ട് വരുന്ന വഴി തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ OLXൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബ്ലൂടൂത്ത് സ്പീക്കറിന് വേണ്ടി സെർച്ച് ചെയ്യായിരുന്നു. അപ്പോഴാണ് 250 രൂപയ്ക്ക് താഴെ പ്രൈസ് ഇട്ടിട്ട് ഇതിൻ്റെ പരസ്യം കയറി വരുന്നത്. ഇത് പോസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളായിരുന്നു, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, വിറ്റ് പോയെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടപ്പം ഇതിൽ ഫോട്ടോ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, FM റേഡിയോ. അപ്പം ഇത് ഈ ഒരു ടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ ഒരു FM റേഡിയോ ഉള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ എനിക്കിത് ഈ സംബന്ധം നേരത്തെ കണ്ടിട്ടുണ്ട്, പല ഷോപ്പുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ FM റേഡിയോ ആയിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഞാൻ കരുതിയത് ഇതിൻ്റെ സെല്ലർക്ക് തെറ്റ് പറ്റിയതാണ്, ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കാറ്റഗറിയിൽ ഇട്ടതാണെന്നാണ്. എന്നാൽ 250 രൂപ താഴെയായിരുന്നു ഇതിന് പ്രൈസ് കൂട്ടിത്തരുന്നത്. അതുകൊണ്ട് തന്നെ ആഡ് കണ്ടു, ക്ലിക്ക് ചെയ്ത് കയറി. അപ്പോഴേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണെന്നുള്ള കാര്യം. അപ്പം ഇതിന് വില കുറയാനുള്ള കാരണം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ മനസ്സിലായി. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നോട്ട് വർക്കിംഗ്, നോട്ട് ചാർജിങ്, റീസ്റ്റാർട്ടിങ്, ഈ 3 കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫലത്തിൽ കാര്യം പറഞ്ഞാൽ വർക്ക് ചെയ്യാത്ത ഐറ്റമാണിത്, ഡെഡ് ആണെന്ന് പറയാം ഓൾമോസ്റ്റ്. നോട്ട് വർക്കിംഗ്, നോട്ട് ചാർജിങ്, റീസ്റ്റാർട്ടിങ് എന്നാണ് സെല്ലർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ സെല്ലർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം ഏകദേശം എനിക്കൊരു ഒന്നര ആഴ്ചയോളം എടുത്തു ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഓർത്ത് വിറ്റ് പോയി കാണുന്നതാണ്. പക്ഷേ നോട്ട് വർക്കിംഗ്, നോട്ട് ചാർജിങ് എന്നുള്ള കണ്ടീഷൻ, ഡെഡ് കണ്ടീഷനുള്ള ഐറ്റം അത്രയും കുറഞ്ഞ വിലക്ക് ഇട്ടിട്ട് പോലും ആരും ഒരു റെസ്പോൺസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള തെളിവാണ് എനിക്ക് റിപ്ലൈ വന്നത്. അപ്പം ഞാൻ ആ സെല്ലറിൻ്റെ കാര്യം സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എൻ്റെ ഓഫീസിനടുത്ത് തന്നെയാണ് ഈ സെല്ലറുടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി ഇത് ഐറ്റം എനിക്ക് എടുത്തു തന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്, FM റേഡിയോയും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരിടത്തും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ മാർക്കിംഗ് ഇല്ല, കണ്ടോ. FM സ്പീക്കർ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരിടത്തും ബ്ലൂടൂത്ത് സ്പീക്കർ ഒരു മാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല അടിപൊളി കണ്ടീഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ. കുറച്ച് സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്, കാരണം ഒബിയസ്ലി സെക്കൻഡ് ഹാൻഡ് ഐറ്റമാണ്. പക്ഷേ ഓവറോൾ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കണ്ടീഷനാണ്. അധികം സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല. ടോപ്പാണെങ്കിൽ കണ്ടോ ബോട്ടമൊക്കെ ആണെങ്കിൽ അധികം യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റാണിത്, കണ്ടോ. സ്ക്രാച്ചുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഒരിടത്തും ബ്ലൂടൂത്തിൻ്റെ മാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് അവസാന സെല്ലറിന് പറയുന്ന സമയം വരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് ഇത് വെറും FM റേഡിയോ മാത്രമാണ്. പുള്ളിക്ക് അറിയാതെ കാറ്റഗറി മാറി ബ്ലൂടൂത്ത് സ്പീക്കറിന് വന്നതാണെന്നുള്ള കാര്യം. കാരണം ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ പോട്ടെ. അപ്പോൾ സെല്ലറോട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ശരിയാണ്, ഈ സംഭവം ഓൺ ആവുന്നില്ല. ഇതവിടെ ബാറ്ററി ഓപ്ഷനുണ്ട്, ബാറ്ററി അക്യുമുലേറ്റർ ഓഫ്. ഇതിനകത്ത് എക്സ്റ്റേണൽ നമുക്ക് ബാറ്ററി ഇടാം കേട്ടോ. ഇവിടെ നമുക്ക് 4 ബാറ്ററി ഇടാം. ഇവിടെ നമുക്ക് 4 ബാറ്ററി ഇടാനുള്ള സംവിധാനമുണ്ട്. പിന്നെ നമുക്കിത് ചാർജ് ഇതിനകത്തൊരു ബിൽറ്റിൻ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീചാർജബിൾ ആണ് ഐറ്റം ഇത് വരുന്നത്. നമുക്ക് AC ഇത് വെച്ചിട്ടാണ് റീചാർജ് ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പം നമ്മൾ AC നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ കണക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഓണായി വന്നിട്ട് ഹായ് എന്ന് വരും. എന്നിട്ടിത് റീസ്റ്റാർട്ട് ആവുകയാണ്. ഹായ് എന്ന് വരും, വീണ്ടും ഓഫായി പോവും, വീണ്ടും ഓണായ പോലെ വരുന്നിട്ട് ഹായ് എന്ന് പറഞ്ഞു വരും. അതിങ്ങനെ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, റീസ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് ഇതിന്. പിന്നെ മറ്റേ ബിൽറ്റിൻ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് എത്ര മണിക്കൂർ കുത്തിയിട്ടാലും ചാർജിങ് ഇൻഡിക്കേറ്റർ തെളിയും, പക്ഷേ ചാർജ് കയറുന്നില്ല. അതേസമയം കുത്തുമ്പോൾ തന്നെ ഇവിടെ ഹായ് എന്ന് വന്നിട്ട് റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും കംപ്ലൈൻറ്റ് ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ സീനൊന്നും ഇല്ലാതെ ഞാനിത് വാങ്ങിച്ചു. പുള്ളി കൊടുത്ത പ്രൈസിലും കുറച്ച് വിലയ്ക്കാണ് തന്നത്. അപ്പം ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട് കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞു ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്, ഇവിടെ മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ ബ്ലൂടൂത്ത് മോഡിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്കത് വഴിയെ നോക്കാം എന്തായാലും. അപ്പം FM റേഡിയോ ആൻറ്റിന എല്ലാം ഉള്ളതുകൊണ്ട് പെർഫെക്റ്റ് കണ്ടീഷനിലായതുകൊണ്ടും വലിയ ബാർഗനിങ് ഒന്നും ഇല്ലാണ്ട് ഞാനിത് വാങ്ങിച്ചു. അപ്പം ഇത് പുള്ളിയുടെ 3ാമത്തെ സ്പീക്കറാണ്, അല്ലെങ്കിൽ റേഡിയോ ആണ്. കൂടുതൽ റേഡിയോയ്ക്ക് വേണ്ടിയാണ് പുള്ളി ഇത് വാങ്ങിച്ചിരുന്നത്. ഇത് പുള്ളിയുടെ 3ാമത്തെ ഐറ്റമാണ്. അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഐറ്റമാണ് ഈ 2 ഐറ്റം എന്ന് പറയുന്നത്. ഇത് 2 ഈ സംഭവം. അപ്പോൾ ഇതിലാണ് നമ്മൾ പറഞ്ഞ സ്റ്റോറി വരുന്നത്. അതായത് ഈ ഐറ്റം വാങ്ങി ഞാൻ പോരാൻ തുടങ്ങുമ്പോഴാണ് പുള്ളി എന്നോട് ചോദിക്കുന്നത്, പുള്ളിയുടെ 2 പഴയ റേഡിയോകളുണ്ട്, പഴയ ട്യൂൺ ചെയ്യുന്ന ടൈപ്പ് റേഡിയോകളുണ്ട്, അത് വേണമെന്ന് ചോദിച്ചു. പുള്ളി ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്, വർക്ക് ചെയ്യുന്നില്ല, ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്, വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പിന്നെ വേണമെന്ന് വിചാരിച്ചാണ്. എന്നാലും പുള്ളി പറഞ്ഞു വേണമെങ്കിൽ എടുത്തോ, റേറ്റ് ഒരു ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി ആയിക്കോട്ടെ. അപ്പോഴാണ് പുള്ളി പുറവശം എവിടെ റൂമിൽ പോയിട്ട് ഈ 2 എടുത്തുകൊണ്ട് വരുന്നത്. ഇത് വളരെ പൊടി പിടിച്ച് മുഴുവൻ എവിടെ മൂലയ്ക്ക് ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ഫുള്ള് പൊടിയായിരുന്നു. ഇതിപ്പോൾ ഈ കണ്ടീഷനിലാക്കിയെടുത്തത്
അവിടെ കിടന്നിട്ട് പഴയ തുണിയെടുത്ത് തുടച്ചിട്ടാണ് ഈ കണ്ടീഷനിൽ പുള്ളി എനിക്ക് തന്നു വിട്ടത്. അതും ഇത് ഫുള്ള് പൊടിയായിരുന്നു. എന്തോ റോഡിലൊക്കെ വഴി കിടന്ന് കിട്ടുന്ന കണക്കായിരുന്നു, അതുപോലെ പൊടിയായിരുന്നു മൊത്തം. പിന്നെ ഈ 2 ഐറ്റത്തിൽ ഈ സാധനം ഇതാണ് പുള്ളിയുടെ ഫസ്റ്റ് റേഡിയോ എന്ന് പറയുന്നത്, ആദ്യം മേടിച്ചത്. നമുക്കിവിടെ കാണാം അനലോഗ് ടൈപ്പാണ്, ട്യൂൺ ചെയ്യുന്ന ടൈപ്പ് റേഡിയോ തന്നെയാണ്. പുള്ളി പറഞ്ഞത് കറക്റ്റൊക്കെ തന്നെയാണ്. അത്യാവശ്യം എന്താ പറയുക, പൊട്ടി അതിൻ്റെ എല്ലാ പാർട്സൊക്കെ പോയിട്ടുണ്ട്, AC കൂടെ ഡാമേജ് ആയിട്ടുണ്ട്. ഇത് പൊട്ടിപ്പോയിട്ട് ഉപേക്ഷിച്ചതാണ് ഈ സാധനം. ഇത് പൊട്ടിപ്പോയതെന്ന് വെച്ചാൽ ഇത് മുകളിൽ അലമാരയുടെ മുകളിൽ മറ്റോ വെച്ചിട്ട് താഴെ വീണ് പൊട്ടിപ്പോയിട്ട് പിന്നെ ഇത് വർക്ക് ചെയ്തിട്ടില്ലാന്ന് പുള്ളി പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയൊക്കെ പോയി കാണും, ഓൾമോസ്റ്റ് എത്രയോ വർഷങ്ങളായി എന്ന് പറഞ്ഞു ഇത് വാങ്ങിയിട്ട്. AC കൂടെ ഡാമേജ് ആയിപ്പോയി, അതൊക്കെ പോയി, എലി കറണ്ടൊക്കെ പോയതാണ്. അത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. ഇത് ഈ കണ്ടീഷനിൽ തുടച്ച് വർക്ക് എടുത്തത് മാത്രമാണ്. അതിന് പൊടി ഇപ്പോഴും ഇവിടെ കുറേ അടുത്ത് പൊടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് ആദ്യത്തെ റേഡിയോ. ഇത് ഡെഡാണ്, വർക്ക് ചെയ്യുന്നില്ല. ഇതിന് ശേഷം ഈ റേഡിയോ പോയി കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ തന്നെ ഈ റേഡിയോ വാങ്ങുന്നത്. ഇത് ഡെൽട്രോണിൻ്റെ ആണ്. സംഭവം സെയിം തന്നെയാണ്, സെയിം ബോർഡും കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആയിരിക്കും. പക്ഷേ ഇച്ചിരി ക്വാളിറ്റിയുള്ള റേഡിയോ എന്ന് പുള്ളിയോട് പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് കടക്കാർ കൊടുത്ത ഐറ്റമാണ് ഇത്. രണ്ടും ഒന്ന് തന്നെ. ഇതും ഏതോ ഒരു ബ്രാൻഡ്, ഏതാണ് ഇത്, കേണൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇത് ഡെൽട്രോൺ ഇച്ചിരി പോപ്പുലറാണ് റേഡിയോ, പക്ഷേ എല്ലാം ചൈനീസ് ഐറ്റം തന്നെ, സെയിം ഐറ്റം തന്നെ, നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പം ഇതിനും സെയിം ഇഷ്യൂ തന്നെയാണ്. ഇതിനകത്ത് ബ്ലൂടൂത്ത് ഒന്നുമില്ല, രണ്ടും FM റേഡിയോ, സ്റ്റാൻഡേർഡ് FM റേഡിയോ മാത്രമാണ്. ഇതിൻ്റെ ഏരിലൊക്കെയാണ് ഈ കാണുന്നത്. അതായത് ഇതാണ് അതിൻ്റെ ഏരിൽ എന്ന് പറയുന്നത്, പീസ് ഓഫ് വയറാണ്. പിന്നെ ഇതിന് AC കോഡ് ഉണ്ട്, മറ്റേ AC കോഡ് ഇല്ല, ഇതിന് AC കോഡ് ഉണ്ട്. ഇതാ നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ AC കോഡ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതും വർക്ക് ചെയ്യത്തില്ല. ഇത് പക്ഷേ ചാർജ് പോലും കയറുന്നില്ല. ഇതും പറഞ്ഞാൽ ഓൺ ആയി കഴിയുമ്പം പ്ലഗിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ LED പോലും തെളിയുന്നില്ല. ഞങ്ങൾ കുത്തി നോക്കിയായിരുന്നു, ഇതിൻ്റെ LED ഒന്നും തെളിയുന്നില്ല. അപ്പോൾ ചാർജ് കയറുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതെങ്ങനെയോ ഡാമേജ് ആയതാണ്. എങ്ങനെ ഡാമേജ് ആയി, ഇത് താഴെ ഒന്നും വീണിട്ടില്ല, പക്ഷേ ഇതെങ്ങനെയോ ഉപയോഗിച്ച് റണ്ണിങ്ങിൽ ഇരുന്ന സാധനം ഡാമേജ് ആയതാണ്. അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് ഉപേക്ഷിച്ചു. അപ്പോൾ ഈ 2 ടൈപ്പും വേണ്ട എന്ന് വെച്ചിട്ട് ഈ ടൈപ്പ് വാങ്ങിച്ചു. ബ്ലൂടൂത്തും FM റേഡിയോ ഒക്കെ ഉള്ള ഈ ടൈപ്പ് മേടിച്ചു. അങ്ങനെ ഇതും കംപ്ലയിൻ്റ്. ഇപ്പോൾ പുള്ളി ഉപയോഗിക്കുന്നത് സോണിയുടെ പ്രോപ്പർ എനിക്ക് തോന്നുന്നു 3000 രൂപയുടെ വിലയുള്ള പ്രോപ്പർ റേഡിയോ ആണ് പുള്ളി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബ്ലൂടൂത്തും എല്ലാം പെൻഡ്രൈവും എല്ലാം കണക്ട് ചെയ്യുന്ന സോണിയുടെ സാധനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഇത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു, ഇത് രണ്ടും ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് എന്തായാലും വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ശരി എടുത്തോളാം എന്ന് പറഞ്ഞു രണ്ടും. അപ്പോൾ ഇത് രണ്ടും എനിക്ക് വളരെ ചീപ്പ് റേറ്റ് കിട്ടി. അപ്പം മൊത്തം കൂടെ എനിക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 300 രൂപ അടുത്ത് ആണ് ചിലവായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. 300-350 രൂപ, ഓൾമോസ്റ്റ് 350 രൂപ അടുത്താണ് ഇത്ര ഐറ്റംസിനാണ് എനിക്ക് ചിലവായിട്ടുള്ളൂ. അപ്പം അതാണ് ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള എന്തായാലും കൺഫേം ആണ്, വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ അടുത്ത വീഡിയോസിൽ ഇത് ടേർ ഡൗൺ ചെയ്ത് ഇത് എങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളതിനെ പറ്റിയും എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് കംപ്ലയിൻറ്റുകളുണ്ട് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ, ഇങ്ങനൊരു സംഭവം കിട്ടിയതുകൊണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.